നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഇവിടെ തുടരുകയാണ്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമയം ഏറെ വൈകിയും കലോത്സവത്തിന്റെ പലതരം മത്സരങ്ങൾ പല വേദികളിലായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു പ്രത്യേക അതിഥിയുണ്ട്. കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ച ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. നമുക്കത് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. അനുനന്ദ എന്തിനായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഇന്നലെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു, ഇന്ന് ഫോക്ക്. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഞാൻ CHS പോർട്ടുഗൽ. പഠിക്കണ്ടോ? ഡാൻസ് പഠിക്കണ്ടോ? ഞാൻ 10 വർഷമായിട്ട് ഡാൻസ് പഠിക്കും. 10 വർഷമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നു സമ്മാനം കിട്ടിയ? ഫോക്കിന് ഫസ്റ്റ്, മോഹിനിയാട്ടത്തിന് സെക്കൻഡ്. മോഹിനിയാട്ടത്തിന് സെക്കൻഡ് പ്രൈസും കിട്ടി. അപ്പൊ ഒരുപാട് സന്തോഷല്ലേ? ആരായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഡാൻസിനൊക്കെ? മെയിനായിട്ട് അച്ഛനും അമ്മയും ടീച്ചറും, സുപ്രിയ ടീച്ചറിന്റെ മോള് ഹരിനന്ദ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ എത്ര നാളെടുത്തു ഇത് പഠിച്ചെടുക്കാൻ? മോഹിനിയാട്ടം ഞാൻ കഴിഞ്ഞ വർഷം കളിച്ചേറ്റ് തന്നെയായിരുന്നു. ഫോക്ക് ഇപ്പോ വെക്കേഷൻ ഒരു 2 മാസം. ഇതിനു മുൻപും കലോത്സവത്തിൽ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം മോഹിനിയാട്ടത്തിനും കുച്ചിപ്പുടിക്കും സബ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് വന്നു, ജില്ലയിൽ നിന്ന് സെക്കൻഡ് ആയിരുന്നു. ഈ ജില്ലയിൽ പോണം അല്ലേ? കൂടുതൽ ആരാ സപ്പോർട്ട് ചെയ്യണേ? കൂടുതൽ എന്ന് പറയില്ല, പാരന്റ്സും ടീച്ചേഴ്സും എല്ലാരും നല്ല സപ്പോർട്ടാണ് അല്ലെ? ഏത് സ്കൂളാണെന്ന് പറഞ്ഞു? പോർട്ടുഗൽ സ്കൂളിൽ നിന്നാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും. നമ്മൾ ജില്ലയിൽ പോയി തകർക്കണം. ഇനി ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടട്ടെ ജില്ലയിൽ. എല്ലാവിധ ആശംസകളും നേരുന്നു. വേറെ ഒരാൾ കൂടി ഉണ്ട് നമ്മുടെ കൂടെ, പരിചയപ്പെടാം. പേരെന്താ? പ്രഭിഷ്ണ. ഏത് സ്കൂളാ? SVHS പാലയമാട് സ്കൂൾ. ഹയർ സെക്കൻഡറി എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? പ്ലസ് 2 പഠിക്കുകയാണ്. ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പാലയമാട് സ്കൂൾ തിരിച്ചു പിടിച്ചു. ഇടയ്ക്ക് ചുങ്കത്തറ ഒന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പാലയമാട് സ്കൂൾ തിരിച്ചു പിടിച്ചു. ഒരുപാട് സന്തോഷം അല്ലേ? അതെ. എന്ത് ഐറ്റത്തിലായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഭരതനാട്യം, സംഘഗാനം, കുച്ചിപ്പുടി. ഭരതനാട്യം. അപ്പൊ എല്ലാ സകലകല വല്ലഭയാണ്, എല്ലാത്തിലും ഉണ്ട്. കലാതിലകമായിട്ടുള്ള ഒരാളാണ്. എത്ര നാളായി ഡാൻസ് പഠിക്കണം? ഞാന് 3.5 വയസ്സിൽ തുടങ്ങിയതാണ്. ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാരും സപ്പോർട്ടാണ്, ടീച്ചേഴ്സും അമ്മയും ഫാമിലിയും ഒക്കെ സപ്പോർട്ടാണ്. ഇവിടെ മത്സരത്തിന് വേണ്ടിയിട്ട് എത്ര നാള് പരിശീലിച്ചു? അത് കോമ്പറ്റീഷൻ ഇറങ്ങുന്ന തൊട്ട് ഫുള്ള് പ്രാക്ടീസും ഇതിന്റെ ഓരോ കാര്യത്തിൽ തന്നെയാണ്. കണ്ണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലെൻസ് അല്ലല്ലോ? അത് ലെൻസാണ്. ആണോ? ലെൻസാണോ? ഞാൻ വിചാരിച്ച ഒറിജിനൽ കണ്ണാണെന്ന്. ഇതൊക്കെ നിങ്ങളുടെ പാരന്റ്സ് ആണോ? അല്ല, ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ഹസ്ബൻഡ് ടീച്ചറാണ് പഠിപ്പിച്ചത്. രണ്ടുപേരും പഠിപ്പിച്ചത്? എന്താ ടീച്ചറിന്റെ പേര്? സുപ്രിയ. എങ്ങനെ ഉണ്ടായിരുന്നു പഠിപ്പിക്കാൻ? നല്ല ടൈറ്റ് മത്സരമായിരുന്നു. എല്ലാ സെക്ഷനിലും അതെ, നല്ല മത്സരം. നല്ല കഴിവുള്ള കുട്ടികൾ തന്നെയാണ് മത്സരിച്ചത്. അതിൽ നമുക്ക് UP ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി നമ്മുടെ സ്റ്റുഡൻസിനെ കിട്ടിയത്. ഹയർ സെക്കൻഡറി കുച്ചിപ്പുടി നമ്മുടെ കുട്ടിക്ക് കിട്ടിയത്. പിന്നെ ഭരതനാട്യം ഹയർ സെക്കൻഡറി എല്ലാ സെക്ഷനിലും ഉണ്ട്. എല്ലാ സെക്ഷനിലും സമ്മാനം കിട്ടി. നന്നായി പെർഫോം ചെയ്തു. ടീച്ചർ ഭയങ്കര ഹാപ്പിയാണ്. അതെ, തീർച്ചയായിട്ടും. ഇനി വേറൊരു ടീച്ചറെ കൂടെ ഉണ്ട്. എന്താ പേര്? ഹരിനന്ദ. ടീച്ചർ ഇവരുടെ കൂടെ തന്നെ പഠിപ്പിക്കുന്നതാണ്? എന്റെ അമ്മയും അച്ഛനുമാണ്. അപ്പൊ നിങ്ങൾ ഫാമിലി പരമായിട്ട് ഒരു കലാകുടുംബമാണ്? അതെ. ഇതൊക്കെ ഭയങ്കര സപ്പോർട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരെ പഠിക്കാൻ മിടുക്കികളാണ്, നല്ല കുട്ടികളാണ്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യാം. ഇപ്രാവശ്യം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വലിയ ഉപജില്ലയാണ്. അപ്പൊ എങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? മത്സരം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ നമുക്ക് കിട്ടുമെന്ന്? പ്രതീക്ഷിച്ചിരുന്നോ ചോദിച്ചാൽ കൂടെ കളിച്ചിരുന്ന കുട്ടികളും നല്ല അതേ ലെവലില് ഒപ്പം ഇങ്ങനെ നിന്നിരുന്നു. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആരൊക്കെ പോവും, ഒന്നെങ്കിൽ ഇവര് അല്ലെങ്കിൽ ആ കുട്ടി ഫസ്റ്റ് സെക്കൻഡ്, അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് റിസൾട്ട് വന്നതും. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കളിച്ചവർക്കാണ് കിട്ടിയത്. നല്ല ജഡ്ജ്മെന്റ് ആണ്, എല്ലാം നല്ല രീതിയിലുള്ള. ജില്ലയിലേക്ക് ഇനി പ്രാക്ടീസ് ആരംഭിക്കണം? അതെ, ഒരാഴ്ച കഷ്ടി. പ്രാക്ടീസ് നിർത്തലില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് രാത്രി ഒരു 12 മണി വരെ ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും? കോമ്പറ്റീഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് അല്ല, റെഗുലർലി നമുക്ക് അവിടെ ക്ലാസ് ഉണ്ട്. അതിനായിട്ട് പ്രത്യേക ഒരു പാക്കപ്പ് ഇല്ല. പേരൻസും റെഡിയാണ്, എപ്പോ പറഞ്ഞാലും കൊണ്ടുവിടാൻ റെഡിയാണ് അവര്. ഏത് സമയം പറഞ്ഞാലും വില്ലിംഗ് ആണ്. അതാണ് നമ്മുടെ വിജയം. അതെ. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്ന്. ജില്ലയിൽ പോയിട്ട് ഫസ്റ്റ് ആകില്ലേ രണ്ടുപേരും? അപ്പൊ ജില്ലയിൽ പോയിട്ട് തകർക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു.